ഉൾപ്പെടെ പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപവൽക്കരണം പരിഗണനയിലാണെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം എന്നതാണ് എടുത്തു പറയേണ്ടത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളാണ് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയം. അതോടൊപ്പം തന്നെ ബെഞ്ച് എപ്പോൾ മുതൽ വാദം കേട്ട് തുടങ്ങുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടില്ല. വേനലവധിക്ക് മുമ്പ് വാദം ആരംഭിച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ ശബരിമല യുവതീ പ്രവേശനത്തിന് പുറമെ മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും 9 അംഗ ബെഞ്ച് പരിഗണിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. നിരവധി സുപ്രധാന ഭരണഘടനാ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന തീർപ്പ് കൽപ്പിക്കാത്ത ഹർജികൾ കൈകാര്യം ചെയ്യുന്നതിനായി കഴിയുന്നത്ര ഭരണഘടനാ ബെഞ്ചുകൾ സ്ഥാപിക്കുക എന്നതാണ് മുൻഗണനകളൊന്നെന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു. കൂടാതെ യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാൻ 2019 അന്നത്തെ ചീഫ് ജസ്റ്റിസ് എസ് ബോബ്ഡെയുടെ നേതൃത്വത്തിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിരുന്നു. ആ ബെഞ്ചിലെ അംഗങ്ങളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള ഏക ജഡ്ജി എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഭരണഘടനാ കോടതികൾ ആശുപത്രികളിലെ അത്യാസന്ന വാർഡുകൾ പോലെ പ്രവർത്തിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്നു. നിയമപരമായ വെല്ലുവിളി നേരിട്ടാൽ ഒരു പദവി നോക്കാതെ ഏതൊരു ഇന്ത്യൻ പൗരനും ഏത് അർദ്ധരാത്രിയും സഹായം തേടി സുപ്രീം കോടതിയുടെ വാതിക്കൽ സമീപിക്കാവുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നു. കൂടാതെ കേസുകളിൽ നിശ്ചിത സമയത്തിനകം വാദം പൂർത്തീകരിക്കുന്നതിനായി അഭിഭാഷകർക്ക് മാനദണ്ഡം കൊണ്ടുവരാനും ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചിരുന്നു. എന്തായാലും ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യങ്ങൾ പറയുന്നത്. ശബരിമല യുവതീ പ്രവേശന വിഷയം ഉൾപ്പെടെ പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണം പരിഗണനയിലാണെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശനത്തിന് പുറമെ മറ്റു ചില വിഷയങ്ങളും, അതായത് മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഈ ബെഞ്ച് പരിഗണിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളാണ് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയമെന്നും പറയുന്നു. എന്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ. ദേശീയ ദിനപത്രത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിയമപരമായ വെല്ലുവിളി നേരിട്ടാൽ ഒരു പദവി നോക്കാതെ ഏതൊരു ഇന്ത്യൻ പൗരനും ഏത് അർദ്ധരാത്രിയും സഹായം തേടി സുപ്രീം കോടതിയുടെ വാതിക്കൽ സമീപിക്കാവുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു. കൂടാതെ ഭരണഘടനാ കോടതികൾ ആശുപത്രികളിലെ അത്യാസന്ന വാർഡുകൾ പോലെ പ്രവർത്തിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്നു. ആ രീതിയിലാണ് പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയമെന്നതാണ് അറിയാൻ കഴിയുന്നത്.